ബിസിനസ് ഡിസ്കഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടീമൊക്കെ ആയിട്ട് സംസാരിക്കാറുള്ള ആളുകളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സംസാരിക്കാറ്? ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കാറാണോ? അതോ എന്തെങ്കിലുമൊക്കെ ഡാറ്റ ഉപയോഗിച്ചിട്ടാണോ നിങ്ങൾ സംസാരിക്കാറുള്ളത്? നമ്മൾ വെറുതെ ഒരു കാര്യങ്ങൾ ഒരു കോളിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീം മീറ്റിങ്ങിലോ വെറുതെ ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങളോട് തീർച്ചയായിട്ടും 100 ചോദ്യങ്ങൾ ചോദിക്കും. അതിനെല്ലാം നിങ്ങൾക്ക് ചില സമയത്ത് ഉത്തരങ്ങൾ ഉണ്ടാവില്ല എന്ന് വരും. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ പറ്റിക്കാനും ഭയങ്കര എളുപ്പമായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണ്, അതിനനുസരിച്ചിട്ട് ആ കേൾക്കുന്ന ആൾക്കാർ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ കുറെ കാരണങ്ങൾ കൊണ്ട് പറഞ്ഞ് നമ്മളെ വായ അടപ്പിക്കാനായിരിക്കും ശ്രമിക്കുക. പക്ഷെ നിങ്ങൾ ഇതൊന്ന് നോക്കി നോക്കിയേ, ഒരു മീറ്റിങ്ങിൽ പോവാണ്, ഒരു ഡിസ്കഷന് പോവാണ്, നിങ്ങളെ കയ്യിൽ കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ട്. ഇന്ന ആൾ ചെയ്തത് ഇന്നതൊക്കെയാണ്, മറ്റേ ആൾ ചെയ്തത് ഇതൊക്കെയാണ്, ഇങ്ങനെയാണ് മൊത്തത്തിലുള്ള പെർഫോമൻസ് നടക്കുന്നത്. ഈ പെർഫോമൻസ് താഴ്ത്താൻ കാരണം നിങ്ങളാണ്, അതിനുള്ള കാരണം ഇതൊക്കെയാണ്. ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റില്ല അല്ലേ? അവിടെ നിങ്ങൾക്ക് നല്ലൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവും. നന്നായിട്ട് ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മീറ്റിംഗിൽ തീർച്ചയായിട്ടും ശോഭിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഒരു മീറ്റിംഗിൽ പോവുകയാണെങ്കിൽ വളരെ പ്രിപ്പയർഡ് ആയിട്ട് പോവുക. പ്രത്യേകിച്ചിട്ട് നിങ്ങളെ കയ്യിലുള്ള ഡാറ്റ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എടുത്തു വെക്കുക. എല്ലാതും മനസ്സിൽ കാണാതെ പഠിച്ചു പോകണമെന്നൊന്നുമല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് റെഫർ ചെയ്തിട്ട് പറയാൻ പറ്റണം. അതേപോലെ തന്നെ അതിനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. ഒരാൾ തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഞാൻ ഇങ്ങനെയല്ല അങ്ങനെയല്ലേ ചെയ്തതെന്ന് ചോദിച്ചാൽ നിങ്ങളെ കയ്യിൽ ഡാറ്റ ഉണ്ടാവണം. നിങ്ങൾ ചെയ്തത് ഇങ്ങനെയല്ല, അങ്ങനെ തന്നെയാണ് എന്ന് പറയാനുള്ള ആ ഒരു അത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഇത് കറക്റ്റ് ആയിട്ട് വേണം. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ബിസിനസ് നടത്തുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ടീമിന്റെ മാനേജറാണ്, ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കയ്യിൽ അത് ഉണ്ടാവണം. അതേപോലെ തന്നെ നിങ്ങളൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിലും നിങ്ങളെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മാനേജറോ വേറെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കും കറക്റ്റ് ആയിട്ട് പ്രതിപാദിക്കാൻ പറ്റും. ഇത് നിങ്ങൾ പറയുന്നത് ശരിയല്ല, ഇതാണ് ഇതിന്റെ കറക്റ്റ്നെസ് എന്ന് പറയാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി മുതലെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യുക. കയ്യിൽ എപ്പോഴും നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഡാറ്റ കരുതുക. അത് നിങ്ങൾക്ക് ഏത് ഫോമിൽ വേണമെങ്കിലും ആവാം, വേണമെങ്കിൽ എക്സലിലാവാം, PPTയിലാവാം, വേർഡിലാവാം, അല്ലെങ്കിൽ കുറച്ച് പ്രിന്റ് ഔട്ട് ആയിട്ട് കയ്യിൽ വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. പക്ഷെ ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മീറ്റിംഗിൽ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കോൺഫിഡൻസും വളരെയധികം കൂടിയിട്ടുണ്ടാവും. താങ്ക് യു.